ഈ ഒറ്റ രാത്രി കൊണ്ടാണ് കേന്ദ്ര സർക്കാർ പോപ്പുലർ ഫ്രണ്ടിനെ തുടച്ചു നീക്കിയത്. അന്ന് ആ ഒരു രാത്രി കൊണ്ട് തന്നെ എല്ലാവരെയും ജയിലിൽ ജയിലിനുള്ളിലാക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ടല്ലോ. ഇപ്പോൾ അവർ ഈ സുപ്രീം കോടതി മറ്റു കോടതികളിലെല്ലാം കയറി ഇറങ്ങുകയാണ്. പക്ഷേ അവർക്കൊന്നും ജാമ്യം ലഭിക്കുന്നില്ല. ഇനി അപ്പോൾ അവരുടെ ഭാവി എന്തായിരിക്കും? ഈ ജയിലിൽ തന്നെ ആയിരിക്കുമോ? സംശയമെന്ത്? 2.5 വർഷമായി ജയിലറയ്ക്കുള്ളിലാണ്. എവിടാണെന്ന് പോലും ആർക്കും അറിയത്തില്ല. NIA 2022 സെപ്റ്റംബർ 22 പ്രത്യേക വിമാനം പിടിച്ചു കൊണ്ടുവന്ന് ഒറ്റ രാത്രി കൊണ്ട് ഈ ഭീകരവാദികളെ മുഴുവൻ, രാജ്യദ്രോഹികളെ മുഴുവൻ നമ്മുടെ കേരളത്തിലെ നിയമപാലകർ പോലും അറിയാതെ രായ്ക്ക് രാമായണം കടത്തിയെന്നുള്ളതാണ്. ഇപ്പം കൽത്തുറുങ്കിനുള്ളിൽ കിടക്കുകയാണ്. സുഖ ജീവിതമായിട്ട് ഇനി മുമ്പോട്ടുള്ള ജീവിതം അവരുടേത് അതിനകത്ത് തന്നെയാണ്. ഇത് മോദി സർക്കാർ ചെയ്ത ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ്, ഏറ്റവും വലിയൊരു നേട്ടം തന്നെയാണ്. ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഓർക്കണം, 2016 ഇത് ആരംഭിച്ചത്. ഈ പോപ്പുലർ ഫ്രണ്ട് 2016 ആരംഭിച്ചു. 20 സംസ്ഥാനങ്ങളിൽ വേര് പടർത്തി. കേരളത്തിൽ വളരെ സജീവമായിരുന്നു. 2047 ഇസ്ലാമിക രാഷ്ട്രം സ്വപ്നം കണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ആലപ്പുഴയിൽ മുദ്രാവാക്യം വിളിച്ചല്ലോ, അരിയും മലരും കുന്തിരിക്കവും കരുതിക്കോ, നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് എന്ന് ഒരു കുട്ടി പോപ്പുലർ ഫ്രണ്ടുകാരന് തോളിലിരുത്തി ഒരു മുതിർന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ കൊണ്ടു നടന്ന് പറയിപ്പിച്ചത് നമ്മളുടെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ലല്ലോ. 2016 മുതൽ 2022 സെപ്റ്റംബറിൽ വരെ ഇവരിവിടെ കിരാത വാഴ്ചയാണ് നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാ ഭരണക്കാരും മാറി മാറി ഇവരെ ചുമലിലേറ്റി നടക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നരേന്ദ്രമോദി സർക്കാർ ഇത് പഠിച്ചു. ഇതിനെക്കുറിച്ച് അങ്ങനെ ആണ് ഇതിനെ പൊക്കിക്കൊണ്ടുപോയത്. 10-22 പേരെ കൊണ്ടുപോയി. എവിടെയാണെന്ന് ആർക്കാ ഒരു തിട്ടവുമില്ല. ഇപ്പോൾ അതിലെ ഒരു പ്രധാനി കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന ഈ അബൂബക്കർ കോഴിക്കോട് കൊടുവള്ളി സ്വദേശിയാണ്. ഇദ്ദേഹം ജാമ്യാപേക്ഷ നൽകിക്കൊണ്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെയും SDPIയുടെയും വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ തന്നെ ഇസ്ലാമിക രാഷ്ട്രം സ്വപ്നം കണ്ടു നടക്കുന്ന ആളാണ്. അങ്ങനെ സ്വപ്നം കണ്ടു നടക്കുന്ന ആള് ആ പ്രസ്ഥാനത്തിലൂടെ ഈ പല ഇവരുടെ യുവജന സംഘടനകൾ ഉണ്ടാക്കുന്നു. അത്തരത്തിൽ തേജസ് എന്ന് പറയുന്ന ഒരു പത്രം ഉണ്ടായിരുന്നു. ആ പത്രത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കൂടി ആയിരുന്നു ഈ അബൂബക്കർ. ഈ അബൂബക്കർ ഇപ്പോൾ കോടതിയെ സമീപിച്ച് പറഞ്ഞിരിക്കുന്നത്, സുപ്രീം കോടതിയെ സമീപിച്ച് പറഞ്ഞിരിക്കുന്നത്, എനിക്കിനി ജീവിച്ചാൽ മതി, എനിക്കിനി ഇസ്ലാമിക രാഷ്ട്രമെന്നുള്ള സ്വപ്നമൊന്നും ഇല്ല, എനിക്ക് ഭാര്യയും മക്കളുമായിട്ട് ഇനി ജീവിക്കണം, അതിനനുവദിക്കണം. എൻ്റെ ആരോഗ്യമൊക്കെ തന്നെ വളരെ മോശമായിരിക്കുകയാണ്, എനിക്ക് ഈ പാർക്കിൻസൺസ് അസുഖമുണ്ട്, ക്യാൻസർ ബാധിതനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞ് വിളിച്ച് അപേക്ഷിക്കുകയാണ്. കോടതി തള്ളിക്കളഞ്ഞു. ഇവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, ഇതൊക്കെ ഓരോ അടവാണ്, ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനപ്പുറത്തെ രീതിയിലേക്ക് ഉണർന്നെഴുന്നേൽക്കാമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ഈ 10-22 നേതാക്കളെയൊക്കെ കൊണ്ടുപോയതിന് ശേഷവും നരേന്ദ്രമോദി സർക്കാർ അടങ്ങിയിരുന്നില്ല. NIA നിരന്തരം ഇവിടെ കേരളത്തിൽ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു. അവർക്കറിയാം ഇത്തരത്തിലുള്ള ഈ ഭീകരവാദി സംഘടനകളൊക്കെ തന്നെ അങ്ങനെ കയറി വരുമ്പോൾ അവരുടെ മുൻനിരയെ പിടിച്ചകത്തിടും, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ അടുത്ത നിര ഉടനെ കയറി വരുമെന്ന് ഇവർക്കറിയാം. നമ്മൾ ഗാസയിൽ കണ്ടില്ലേ ഹമാസിന്റെ നേതാക്കന്മാരെ? ആദ്യത്തെ ഒരുത്തിന് തട്ടി, അടുത്ത ആൾ കയറി വരുന്നു. അങ്ങനെയാണ് ഈ ചാവേർ സംഘങ്ങളെ അങ്ങനെ ട്രെയിൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. സെക്കൻഡ് നിര നിർത്തിയിരിക്കും, അതിനടുത്ത നിരയും. അതാണ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനത്തിൻ്റെ ഒരു വലിയ ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ ഈ NIA എന്ത് ചെയ്തു? നിരന്തരമായിട്ട് ഇങ്ങനെ കേരളത്തിൽ കയറി ഇറങ്ങാൻ തുടങ്ങി. ഇവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം തന്നെ പിടിച്ചെടുത്തു. അടുത്ത നിരയുണ്ടെന്നറിയാം. ഇവിടുത്തെ ഈ പോലീസുകാർ, നമ്മുടെ കേരള പോലീസ് അറിയാതെ തന്നെ വന്നുകൊണ്ട് ബാക്കിയുള്ളതിനെ എല്ലാം അടിച്ചൊതുക്കി ഇരുത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. 5 പൈസ ഇല്ലാതായിപ്പോയി. സകല ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. പലതരത്തിലെ വിദേശ പണം കയറി ഇറങ്ങുന്നുണ്ടായിരുന്നു, അത് മുഴുവൻ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ
ഇത് വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്തത്. NIA ഇറക്കിയത് 2047 നമ്മുടെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഭരണം അട്ടിമറിച്ച് നമ്മുടെ ഭരണഘടനയെ തകർത്തുകൊണ്ട് ഒരു വലിയ ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാമെന്നായിരുന്നു ഇവരുടെ നീക്കം എന്നുള്ളതാണ്. കേരളം ഇതിന് പറ്റിയ ഇടമാണ്. ഇത്തരത്തിൽ ഇവരെയൊക്കെ തന്നെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ഒരു ഹബ്ബാക്കി മാറ്റി പല കാര്യങ്ങളുടെയും പരിശീലനം നൽകുന്നതിന് വേണ്ടി ഇടമാക്കി മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഒരു റെയ്ഡ് പ്രധാനമായിട്ടും നടത്തിയത്. എത്ര കൊല നടത്തിയിട്ടുണ്ട്? അഭിമന്യുവിനെ എറണാകുളം മഹാരാജാസ് കോളേജിലെ ഇടുക്കി സ്വദേശിയായ അഭിമന്യു ആരുടെ കൈ കൊണ്ട് മരിച്ചു? സംസ്ഥാനത്തും രാജ്യത്തുടനീളം ഈ സംഘടന വളർന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ കരുത്ത് നൽകിയതും അതോടൊപ്പം തന്നെ ഈ ഭരിക്കുന്നവരുടെ തന്നെ രഹസ്യമായ പിന്തുണ ലഭിച്ചതും കേരളത്തിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഇരു മുന്നണികളും തോളിൽ വെച്ചുകൊണ്ട് നടന്നു എന്നുള്ളതാണ്. പോപ്പുലർ SFI കാരനായിരുന്ന അഭിമന്യുവിനെ വധിച്ചത് ആരാണ്? പോപ്പുലർ ഫ്രണ്ട്. അവരെ പ്രൊട്ടക്ട് ചെയ്തില്ലേ ഈ CPM. നമ്മുടെ ജോസഫ് സാറ്, പ്രൊഫസർ ജോസഫ്, അദ്ദേഹത്തിന്റെ കൈവെട്ടിയത് പോപ്പുലർ ഫ്രണ്ട് അല്ലേ? പോപ്പുലർ ഫ്രണ്ട് കൈവെട്ടിക്കഴിഞ്ഞപ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന MA ബേബി എന്താണ് പറഞ്ഞത്? ആ ക്വസ്റ്റ്യൻ പേപ്പർ, ചോദ്യപേപ്പർ ഇട്ടതിൻ്റെ പേരിലാണല്ലോ. ആ ചോദ്യപേപ്പർ എഴുതിയ പ്രൊഫസർ മണ്ടനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ടിനെ ന്യായീകരിച്ച ആളാണ് MA ബേബി. യഥാർത്ഥ പോപ്പുലർ ഫ്രണ്ടുകാരൻ തന്നെയാണ് ശരിക്കും പറഞ്ഞ MA ബേബി. അങ്ങനെ ഇവരെയൊക്കെ അങ്ങനെ വേട്ടയാടലായിരുന്നു. ഈ 2016 മുതൽ ഈ പ്രസ്ഥാനം ആരംഭിച്ച നാൾ മുതൽ കേരളത്തിൽ ഇവർ ഭീതി വളർത്തി എന്നുള്ളതാണ്. ഇത് കോടതി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എത്ര രോഗം ബാധിച്ചവനായാൽ പോലും നീ ഇതിനകത്ത് കിടന്നോ, ഈ കൽത്തുറുങ്ങിനകത്ത് കിടന്നോ, നിനക്ക് സൂര്യപ്രകാശം പോലും നിന്റെ ദേഹത്തടിക്കില്ല. സൂര്യനെ കണ്ടിട്ട് കാലങ്ങളായി, 2.5 വർഷമായി. സുപ്രീം കോടതിയിൽ കരഞ്ഞപേക്ഷിച്ചു നോക്കി, രക്ഷയില്ല. ഞാനിനി ശിഷ്ടകാലം ഇങ്ങനെ കഴിഞ്ഞുകൊള്ളാം, ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൊള്ളാം, എനിക്കിനി ഇസ്ലാമിക രാഷ്ട്രം വേണ്ട എന്നൊക്കെ പറഞ്ഞു നോക്കി. കോടതി എന്ത് ചെയ്തു? കോടതി അത് തള്ളിക്കളഞ്ഞു. കോടതി അംഗീകരിക്കാൻ തയ്യാറായില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ നാട്ടിലുണ്ടാക്കിയ കെടുതികൾ അത്ര വലുതാണ്. അത് എന്തായാലും ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അത് എവിടെയെങ്കിലുമൊക്കെ തല പൊക്കാൻ സാധ്യതയുണ്ട്. ഈ വിഷമാണ്, വിഷപ്പാമ്പിന് തുല്യമായിട്ടുള്ളതാണ്. ആ വിഷപ്പാമ്പിനെ ഇനി അങ്ങോട്ട് ഒരിക്കലും തുറന്നു വിടാൻ പാടില്ല. അത് ഈ കൂട്ടിനകത്ത് തന്നെ കിടക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഈ 2.5 കൊല്ലം കിടന്നോ എന്നുള്ളത് കൊണ്ട് ഇതിൽ നിന്നും വിഷമൊന്നും ഇറങ്ങിപ്പോയിട്ടില്ല. വിഷം ഇറങ്ങിപ്പോയി എന്നൊക്കെ, അതായത് ഞാൻ ശിഷ്ടകാലം ഇങ്ങനെ ജീവിച്ചു കൊള്ളാം എന്നൊക്കെ പറയുന്നത് വെറും അഭിനയമാണെന്നും തട്ടിപ്പാണെന്നും കോടതിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇതൊക്കെ കോടതി ഇത്തരത്തിലുള്ള തീവ്രവാദികളെ കണ്ടിട്ടുണ്ട്, ഇത്തരത്തിലുള്ള സംഘടനകളെ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ആലപ്പുഴയിൽ അഴിഞ്ഞാടിയത് ആർക്കെങ്കിലും മറക്കാൻ കഴിയുമോ? അതും സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയായിരുന്നു. കോടതി ഇടപെട്ടു. മുദ്രാവാക്യം വിളിച്ചവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാനായിട്ട് സർക്കാർ പിന്നെയും അല്പം കൂടെ സമയമെടുത്തു. അങ്ങനെ ഭീതി വിതച്ചവരെ, വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ, അവർക്ക് ഇടം ജയില് തന്നെയാണെന്ന് കോടതി ഒന്നുകൂടെ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. മോദി സർക്കാരിന് ഒരു വട്ടം കൂടി നേട്ടം ഉണ്ടായിരിക്കുകയാണ്.